തിരുവനന്തപുരത്തെ ഏഷ്യയിലെ ഏറ്റവും വലിയ വിദ്യാലയത്തിൽ ഇതുപോലെ വഴിതെറ്റിപ്പോകുന്ന വിദ്യാർത്ഥികളെ കണ്ടെത്തി അവരെ നേർവഴിക്ക് നടത്താൻ ശ്രമിച്ച ഒരു അധ്യാപകനെ ഒടുവിൽ മാനേജ്മെൻറ്റിന് പുറത്താക്കേണ്ടി വന്നു. ശ്രീ പ്രിയേഷ് കുമാർ, അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തിൻ്റെ ഊഷ്മളത കുറഞ്ഞിരിക്കുന്നു. അധ്യാപകനോട് വിദ്യാർത്ഥികൾക്ക് ആദരവില്ല, അധ്യാപകനെ വിദ്യാർത്ഥികൾക്ക് ഭയമില്ല, വിദ്യാർത്ഥികളുടെ തോന്യാസങ്ങൾക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന അധ്യാപകരുമുണ്ട്. കക്ഷി രാഷ്ട്രീയമാണ് ഇവരെ ഒന്നിപ്പിക്കുന്ന ചാലകശക്തി. വിദ്യാലയങ്ങളിലുമുണ്ട്, അത് കലാലയങ്ങളിലുമുണ്ട്. അവിടെ കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്നു, പരസ്പര സഹായ സംഘങ്ങളായി പ്രവർത്തിക്കുന്നു. അധ്യാപകർ അവരുടെ വില കളഞ്ഞ് കുളിക്കുകയാണ്. ഇപ്പം നോക്കൂ, ഇവിടെ താമരശ്ശേരി ട്യൂഷൻ സെൻറ്ററിലെ സെൻഡ് ഓഫ്, ആ യാത്രയയപ്പ് DJ പാർട്ടിയായിരുന്നു. അധ്യാപകർ കൂടി പങ്കാളികളായ പാർട്ടി. തല്ലിലേക്ക് കലാശിച്ചതിൻ്റെ ഹേതു ഈ DJ പാർട്ടിയായിരുന്നു. ശ്രീ പ്രിയേഷ് കുമാർ, കൈവിട്ട് പോയില്ലേ? തിരിച്ചെടുക്കാൻ പറ്റുമോ നമുക്ക്? ശ്രീ അനിൽ നമ്പ്യാർ ചോദിച്ച ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇന്ന് കേരളത്തിൽ ഇന്ന് എല്ലാവരുടെയും ആശങ്ക അതാണ്. എല്ലാം കൈവിട്ടു പോയി, നമുക്കിനിത് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ, പ്രത്യേകിച്ച് കലാലയങ്ങളിൽ രാഷ്ട്രീയ അതിപ്രസരം വളരെ കൂടുതലാണ്. ഭാരതത്തിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് എല്ലാ മേഖലയിലും രാഷ്ട്രീയത്തിൻ്റെ ഒരു വലിയ അതിപ്രസരം, അത് ഉണ്ടാക്കിയ ദുരന്തം, അത് കേരളത്തിലെ വളരെ വലിയൊരു ദുരന്തം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം അധ്യാപക സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ, ഇതൊക്കെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ ചട്ടുകങ്ങളായി മാറുക, രാഷ്ട്രീയ പാർട്ടികൾക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള, പൊതുമധ്യത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഇവരെ ഉപയോഗപ്പെടുത്തുക, ഇങ്ങനെയൊക്കെ നടന്ന ഒരു ദീർഘകാലം നടന്ന ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഇന്ന് കേരള സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇത്തരം ഒരു ചർച്ചയിൽ രാഷ്ട്രീയം പറയുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം. എന്നാലും പക്ഷേ നമുക്കത് പറയാതിരിക്കാൻ വയ്യ. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു എന്താ പറയുക, ഒരു അവരുടെ ഒരു പ്രവർത്തന രീതി, അത് കേരളത്തിൻ്റെ എല്ലാ മേഖലയെയും പിന്നോട്ട് വലിച്ചതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ അത് വളരെ വലിയ ഒരു ദുരന്തമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, പല രാഷ്ട്രീയ കാര്യങ്ങൾ കൊണ്ട് പലരും രക്ഷപ്പെട്ടു പോകുന്നു, പല പ്രശ്നങ്ങളും മൂടി വയ്ക്കപ്പെടുന്നു, പല പ്രശ്നങ്ങളും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വിപുലീകരിക്കപ്പെടുന്നു, അധ്യാപകരെ പുറത്താക്കേണ്ട അവസ്ഥ മാനേജ്മെൻറ്റുകൾക്ക് ഉണ്ടാകുന്നു. എന്തുകൊണ്ടങ്ങനെ മാനേജ്മെൻറ്റുകൾക്ക് അധ്യാപകരെ പുറത്താക്കേണ്ടി വരുന്നത്? അതിൻ്റെ പിന്നിലൊക്കെ രാഷ്ട്രീയമാണ്, രാഷ്ട്രീയത്തിൻ്റെ ഇടപെടലുകളാണ്. അപ്പോൾ കേരളത്തിലെ നമുക്ക് ഉണ്ടായിരുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമുണ്ട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ, സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ ബഹുമാനം ആൾക്കാർക്ക് ഉണ്ടായിരുന്നത് സ്കൂൾ അധ്യാപകരോടാണ്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു സ്കൂൾ അധ്യാപകൻ ഒരു പൊതുമധ്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു സൈലൻസ്, അവിടെ ആളുകൾക്കുണ്ടാകുന്ന ബഹുമാനം അദ്ദേഹത്തോടുള്ള, പ്രത്യേകിച്ച് കല്യാണ വീടുകളിലൊക്കെ കോളേജ് പ്രൊഫസർമാർക്ക് പോലും കിട്ടാത്ത ഒരു വളരെ വലിയൊരു ബഹുമാനം കേരളത്തിലെ സ്കൂൾ അധ്യാപകർക്ക് മുൻകാലങ്ങളിൽ കിട്ടിയിരുന്നു. കാരണം അവരാണ് നമ്മുടെ കുട്ടികളെ, നമ്മുടെ തലമുറയെ വാർത്തെടുക്കുന്നത് എന്നുള്ള ഉത്തമമായ ബോധ്യം നമ്മുടെ സമൂഹത്തിനുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഒരു വിവാഹ വീട്ടിലേക്കൊക്കെ എത്ര വലിയ ആഘോഷം നടക്കുന്ന വിവാഹ വീടുകളിലൊക്കെ തന്നെ നമ്മുടെ സ്കൂൾ അധ്യാപകൻ കയറി വരുന്ന സമയത്ത് അവിടെ പെട്ടെന്ന് സൈലൻ്റ് ആവും, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു വളരെ വലിയൊരു ബഹുമാനത്തിന് കേരളത്തിലെ സ്കൂൾ അധ്യാപകരോട് നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊണ്ടുവന്ന പ്രചരണങ്ങളും തെറ്റായ നവോത്ഥാനമെന്നും പുരോഗമനമെന്നും ഒക്കെ നമ്മൾ വിളിച്ച്, ഓമനപ്പേരിട്ട് വിളിച്ച് നമ്മളെ സമൂഹത്തിലുണ്ടാക്കിയ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ആചാരങ്ങൾ, വിശ്വാസങ്ങൾ, ഇതൊക്കെ തകർത്തപ്പോൾ ഉണ്ടായ ഒരു ദുരന്തമാണ് ഇന്ന് നമ്മുടെ കേരളത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ അധ്യാപകരുടെ ഭാഗത്തും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് പണ്ട് സ്കൂളുകളിലെ അധ്യാപകർ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക, വൈകുന്നേരങ്ങളിൽ അവരുടെ വീടുകളിൽ പോവുക, രക്ഷിതാക്കളുമായിട്ട് സംസാരിക്കുക, അവരുടെ പഠനങ്ങളെക്കുറിച്ച് രക്ഷിതാക്കളുമായിട്ട് സംവദിക്കുക, ഇത്തരത്തിലുള്ള രീതികളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് കേരളത്തിലെ അധ്യാപകർ നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ അധ്യാപകരും അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ കേരളത്തിലെ വളരെ വലിയ ഒരു വിഭാഗം അധ്യാപകർ അധ്യാപനം എന്ന
പ്രവർത്തനത്തിനുപരിയായി അവർക്ക് മറ്റു പല ആക്ടിവിറ്റിയിലും അവർ ആകൃഷ്ടരാണ്. പല സ്കൂൾ അധ്യാപകരും അധ്യാപനത്തെക്കാൾ ഉപരി പ്രാധാന്യം കൊടുക്കുന്നത് പല നെറ്റ്വർക്ക് ഏജൻസികൾ, പണം ഇരട്ടിപ്പ് സംഘടനകൾ, LIC ഏജൻസിയൊക്കെ എടുത്തിട്ട് അതിന് പ്രാമുഖ്യം കൊടുക്കുക, അതിൽ രക്ഷിതാക്കളെ അംഗങ്ങളാക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുക, അതിൽ അംഗങ്ങളാവുന്ന രക്ഷിതാക്കളുടെ കുട്ടികളോട് പ്രത്യേക വാത്സല്യം കാണിക്കുക, അതിൽ കൂട്ടുനിൽക്കാത്ത രക്ഷിതാക്കളുടെ കുട്ടികളോട് അകൽച്ച ഉണ്ടാക്കുക. ഇത്തരത്തിലുള്ള ഒരു പ്രവണതയിലേക്ക് കേരളത്തിലെ വളരെ വലിയൊരു വിഭാഗം അധ്യാപകരും പോയി. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം, കഴിഞ്ഞ വർഷം ഞാൻ ഒരു ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ തൊട്ടപ്പുറത്ത് ഒരു സ്കൂൾ അധ്യാപകനും ഇരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം എന്നെ പരിചയപ്പെട്ടു, ഞാൻ അദ്ദേഹത്തെയും പരിചയപ്പെട്ടു. അപ്പോൾ എന്നോട് എന്താ ജോലി എന്ന് ചോദിച്ചു. ഞാൻ എന്താ ജോലി പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, ആ ജോലി അല്ലാതെ മറ്റെന്തെങ്കിലും ആക്ടിവിറ്റി ഉണ്ടോ? ഞാൻ ചോദിച്ചു, എന്താ സാർ ഉദ്ദേശിച്ചത്, എനിക്ക് മനസ്സിലായില്ല. അല്ല, എന്തെങ്കിലും നെറ്റ്വർക്കിംഗ് ഏജൻസിയോ അല്ലെങ്കിൽ കൂടുതൽ സാമ്പത്തികം ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും മാർഗ്ഗങ്ങളുണ്ടോ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് ജീവിക്കാൻ ആവശ്യമായത് എൻ്റെ ജോലിയിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞു, അങ്ങനെയല്ല, ഞാൻ സ്കൂൾ അധ്യാപകനാണ്, പക്ഷേ ഞാനിപ്പോൾ പോകുന്നത് എൻ്റെ ഞാൻ നടത്തുന്ന ഒരു സാമ്പത്തിക ഇരട്ടിപ്പ് നടത്തുന്ന ഒരു ഏജൻസിയുടെ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അധ്യാപകരുടെ പ്രയോറിറ്റി മാറുകയാണ്. അധ്യാപനം നാളെ എന്താണ് എൻ്റെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്, അത് പാഠപുസ്തകത്തിൽ എന്താണ്, പാഠപുസ്തകത്തിന് പുറത്തു നിന്ന് എന്തെല്ലാം മൂല്യങ്ങൾ അവരെ പഠിപ്പിക്കണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന അധ്യാപകരുടെ മനസ്സിലേക്ക് അധ്യാപനം എന്നുള്ള രീതി വിട്ട് അവർ മറ്റു പല മേഖലയിലേക്കും തിരിയാണ്. ഇതും നമ്മുടെ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇതിനൊക്കെ ഒരു വളരെ വലിയൊരു പങ്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കുണ്ട്. കലാലയങ്ങളിൽ നമുക്കറിയാം, കേരളത്തിലെ കലാലയങ്ങളിൽ ഏറ്റവും നല്ല ഇന്ന് നമ്മുടെ പ്രിയേഷ് കുമാർ അവിടെ ഇന്ന് മന്ത്രി MP രാജേഷിൻ്റെ ഒരു പ്രസ്താവന, അത് താങ്കൾ കണ്ടോ എന്നറിയില്ല. അദ്ദേഹം പറഞ്ഞത് രാഷ്ട്രീയവാദമാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് അടിസ്ഥാനം എന്നാണ്. കേരളത്തിലെ ക്യാമ്പസുകൾ, വിദ്യാലയങ്ങൾ ഒക്കെ രാഷ്ട്രീയവാദികളെ കൊണ്ട് നിറയുന്നു. അതിൻ്റെ ഒരു ദുരന്തം ആണ് നമ്മൾ അനുഭവിക്കുന്നതെന്നാണ് വിദ്യാർത്ഥി സംഘടനയിലൂടെ ഇപ്പോൾ മന്ത്രിയായ MP രാജേഷ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാ പറഞ്ഞത്, ഈ അരാഷ്ട്രീയവാദത്തിലേക്ക് കേരള സമൂഹത്തെ നയിച്ചത് എന്താണ്? കേരളത്തിലെ കലാലയങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും പ്രത്യേകിച്ച് SFI പോലുള്ള പ്രസ്ഥാനങ്ങൾ നിരന്തരമായി ഉണ്ടാക്കിയ സംഘർഷങ്ങൾ, ആ സംഘർഷങ്ങളാണ് വിദ്യാർത്ഥി സംഘടനകൾക്കെതിരെ ചിന്തിക്കാൻ കേരളത്തിലെ സമൂഹത്തെ പ്രേരിപ്പിച്ചത്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവങ്ങളായിരുന്നു പരുമലയിലെ 3 വിദ്യാർത്ഥികളെ കൊലപ്പെടുത്തി പമ്പാ നദിയിലേക്ക് ഓടിച്ച വിദ്യാർത്ഥികളെ പിറകെ ഓടിച്ച് അവര് പ്രാണരക്ഷാർത്ഥം പമ്പാ നദിയിൽ ചാടി അവരെ കല്ലെടുത്തെറിഞ്ഞ് മുക്കിക്കൊന്നു. അവരെ സംരക്ഷിക്കാൻ ശ്രമിച്ച ആ പുഴയിൽ കുളിച്ചുകൊണ്ടിരുന്ന വനിതകളെ വരെ അന്നത്തെ SFI പ്രവർത്തകർ ആക്രമിച്ചു. അങ്ങനെ നമ്മുടെ കലാലയങ്ങളിൽ എത്ര വിദ്യാർത്ഥികളെ ജീവനാണ് നഷ്ടപ്പെട്ടത്? ഇങ്ങനെ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ടോ? ഒരു സംസ്ഥാനത്തും ഉണ്ടായിട്ടില്ല. ആന്ധ്രയിൽ ഉണ്ടായിട്ടുണ്ട്, അത് പക്ഷേ അത് നക്സലൈറ്റ് പ്രസ്ഥാനത്തിന്റെ സിദ്ധാർത്ഥനെ കൊന്നതും വേറെ ഒരു ഭാരതത്തിലെ ഒരു സംസ്ഥാനത്തും SFIക്കാരാണല്ലോ. അതെ 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 അത് ഞാൻ പറഞ്ഞ അല്ല, വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തനം കലാലയങ്ങളിലെ SFIയുടെ അക്രമം മൂലം വളരെ കുറഞ്ഞ രീതിയിലേക്ക് വന്ന് SFI മാത്രമുള്ള സ്ഥലങ്ങളിൽ എന്താ ചെയ്യുന്നത്? സിദ്ധാർത്ഥനെ പോലുള്ള ആളുകൾ ഉണ്ടാവുന്നു. കഴിഞ്ഞ ദിവസം കോട്ടയത്തുണ്ടായ സംഭവങ്ങൾ. അപ്പം ഒന്നുകിൽ അവര് മറ്റ് വിദ്യാർത്ഥി സംഘടനകളിൽപ്പെട്ട ആളുകളെ ആക്രമിക്കുന്നു, കൊലപ്പെടുത്തുന്നു. ആ മറ്റ് സംഘടനകളെ പ്രവർത്തിക്കാൻ സാഹചര്യമില്ലാത്ത സ്ഥലങ്ങളിൽ അവർ സാധാരണ വിദ്യാർത്ഥികളെ ആക്രമിക്കുന്നു. അപ്പം ഇതിനൊക്കെ അവർ കൂട്ടുനിൽക്കുകയാണ്. കേരളത്തിലെ ഹൈക്കോടതിയാണ് കേരളത്തിലെ സ്കൂളുകളിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നിരോധിച്ചത്. എന്തുകൊണ്ടാണ് നിരോധിച്ചത്? പരുമല പോലുള്ള സ്ഥലങ്ങളിലുണ്ടായ SFI നടത്തിയ അക്രമങ്ങളാണ് ഹൈക്കോടതിയെയും കേരള സമൂഹത്തെയും വിദ്യാർത്ഥി സംഘടനകൾക്കെതിരാക്കി മാറ്റിയത്. ഇതല്ലാത്ത ഒരു ക്രിയേറ്റീവ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം ഒന്ന് ഉണ്ട്. അത് സമൂഹത്തിലെ വിദ്യാർത്ഥികളെ അതിൽ കരുത്തരാക്കാൻ, നേതൃത്വ ശക്തിയുള്ളവരാക്കി മാറ്റാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ പോയാൽ അറിയാൻ സാധിക്കും. അവിടെ എങ്ങനെയാണ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്തുന്നത്? വിദ്യാർത്ഥികളെ വളരെ ക്രിയാത്മകമായി ചിന്തിപ്പിക്കുന്നു. അവരെ സമരാത്മകമായും പ്രാതിനിധ്യാത്മകമായും ക്രിയാത്മകമായി, അതായത് അവർ ക്രിയാത്മകമായ പുതിയ പുതിയ ചിന്തകൾ അവർ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ പുതിയ പ്രവർത്തനങ്ങൾ നടക്കുന്നു. വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പ് പോലെയുള്ള സമാധാനപരമായ തെരഞ്ഞെടുപ്പ് നടത്തി അവർ പ്രാതിനിധ്യാത്മകമായ രീതിയിൽ പ്രവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളോട്, എല്ലാവിധ പ്രശ്നങ്ങളോടും, അഴിമതി ആയിക്കോട്ടെ, കൊലപാതകമായിക്കോട്ടെ, സ്ത്രീപീഡനമായിക്കോട്ടെ, ഇതിനോടൊക്കെ പ്രതിഷേധാത്മകമായ നിലപാടും സ്വീകരിക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനമുണ്ട്.
ആ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനമാണ് നമ്മുടെ നാടിന് ആവശ്യം. അതിന് പകരം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ നമ്മൾ സാധാരണ ഭാഷയിൽ പറഞ്ഞ ചട്ടുവങ്ങളായി നിന്ന് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം, ഇതാണ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം എന്നുള്ള നിലയിലേക്ക് SFIയും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നേരത്തെ പ്രസ്താവന ഇറക്കിയ മന്ത്രി വിദ്യാർത്ഥി സംഘടനാ നേതാവായിരിക്കുന്ന സമയത്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അക്രമങ്ങൾ നടന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ ആരാണ് കേരളത്തിലെ കലാലയങ്ങളിൽ അരാഷ്ട്രീയവാദം കൊണ്ടുവന്നത്, അരാഷ്ട്രീയവാദത്തിലേക്ക് കേരള സമൂഹത്തെ നയിച്ചതാരാണ് എന്ന് ചിന്തിച്ചാൽ അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ അക്രമങ്ങളാണ് കേരളത്തിലെ കലാലയങ്ങളെ അരാഷ്ട്രീയവാദത്തിലേക്ക് നയിച്ചതും. രക്ഷിതാക്കളും അധ്യാപകരും മാനേജ്മെന്റുകളും ഒക്കെ ഈ നാട്ടിലിനി കലാലയ രാഷ്ട്രീയം വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്താൻ കാരണം നിരന്തരമായി നടന്ന സംഘർഷങ്ങളും കൊലപാതകങ്ങളുമാണ്. കേരളത്തിലുണ്ടായ അത്ര രാഷ്ട്രീയ കൊലപാതകങ്ങൾ മറ്റൊരു സംസ്ഥാനത്തിലെയും വിദ്യാലയങ്ങളിലോ കലാലയങ്ങളിലോ ഉണ്ടായിട്ടില്ല. അപ്പം വിദ്യാർത്ഥികളുടെ എനർജി എങ്ങോട്ടാണ് ഉപയോഗിക്കാൻ സാധിക്കുന്നത്? ചിന്മയാനന്ദ സ്വാമികൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ എനിക്ക് തോന്നുന്നു ബ്രണ്ണൻ കോളേജിന്റെ വാർഷികത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ചിന്മയാനന്ദ സ്വാമികൾ പോയ സമയത്ത് ഞാൻ എവിടെയോ വായിച്ചതാണ്. അതിൻ്റെ തലേ ദിവസം അവിടെ വിദ്യാർത്ഥികൾ സമരം നടത്തി, പ്രക്ഷോഭം നടത്തി, ആ കോളേജ് മുഴുവൻ അടിച്ചു പൊളിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അടിച്ചു പൊളിച്ചിട്ട ഗ്ലാസുകൾക്കിടയിലൂടെയും ജനച്ചില്ലകൾക്കിടയിലൂടെയൊക്കെയാണ് ചിന്മയാനന്ദ സ്വാമി വേദിയിലേക്ക് വന്നത്. അപ്പോൾ ആ സദസ്സിൽ അധ്യക്ഷൻ ആയിരുന്ന അന്നത്തെ അവിടുത്തെ ജില്ലാ കലക്ടർ ഈ ഒരു രംഗം ഇവിടെ ഉണ്ടായതിൽ സ്വാമിജിയോട് മാപ്പ് ചോദിക്കുന്ന സമയത്ത് സ്വാമിജി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞത്, കുട്ടികളുടെ ഈ എനർജി കണ്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്നാണ്. പക്ഷെ ഈ എനർജിയെ സമൂഹത്തിന് ഗുണകരമായ രീതിയിൽ ക്രിയാത്മകമായി തിരിച്ചുവിടാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കാതെ പോകുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള അക്രമങ്ങളിലേക്കും മയക്കുമരുന്നുകളിലേക്കും വിൽപ്പനയിലേക്കും തന്നെ വിദ്യാർത്ഥികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വിദ്യാർത്ഥി സമൂഹത്തിന് എനർജി ഉണ്ടെന്നുള്ള, കുട്ടികളുടെ എനർജി നമുക്ക് ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല. ആ എനർജിയെ ക്രിയാത്മകമായി പ്രയോജനപ്പെടുത്തേണ്ടത് കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകളാണ്. അത് അങ്ങനെ ഒരു ക്രിയാത്മകത നശിപ്പിച്ചതാണ് കേരളത്തിൽ ഇന്നത്തെ വലിയ പ്രശ്നങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഓക്കെ.